ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ രാവിലത്തെ യുദ്ധം അങ്ങ് തുടങ്ങിയാലോ ഗായ്സ്. രാവിലെ തന്നെ ഞാൻ ഒന്ന് ഫ്രഷൊക്കെ ആയിട്ട് കിച്ചണിലോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വീശപ്പമാണ് കേട്ടോ. ഇക്കാൻ്റെ ഏറ്റവും ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റാണ് വീശപ്പം. ഇശുക്കുട്ടിക്ക് മുമ്പ് അത്ര ഇഷ്ടമല്ലായിരുന്നു, ഇപ്പോൾ അവൾ ചെറുതായിട്ട് അത് കഴിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഇശുക്കുട്ടിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് കാലമായിട്ട് ഇത് അങ്ങനെ ഉണ്ടാക്കലില്ലായിരുന്നു. പക്ഷേ എനിക്കിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഈ വീശപ്പം കഴിക്കണമെന്ന് ഭയങ്കര കൊതി ഗൈസ്. അങ്ങനെ ഞാൻ ഇന്ന് വീശപ്പം തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മുടെ അരിപ്പൊടി ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മുടെ ഇടിയപ്പത്തിന് കുറച്ചൊരു സോഫ്റ്റ്നെസ് വരാനായിട്ട് ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും. വെളിച്ചെണ്ണ അല്ലെങ്കിൽ നെയ്യ്, ഇതിലേതെങ്കിലും ഒന്ന് ഒഴിച്ചു കൊടുത്താൽ നമുക്ക് പിഴിയാനും ഈസി ആയിരിക്കും. പിന്നെന്താ, നല്ലൊരു സോഫ്റ്റും ആയിരിക്കും കേട്ടോ. പിന്നെ ഞാൻ ഇതിൽ വന്നിട്ട് തേങ്ങ ചേർക്കത്തില്ല, അതുകൊണ്ട് ഇതിനകത്ത് കുറച്ച് ഓയിൽ ചേർത്താലും വലിയ പ്രശ്നമില്ല കേട്ടോ. അപ്പോൾ ഞാൻ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആ വെള്ളം നന്നായിട്ട് വെട്ടി തിളച്ചപ്പോഴത്തേക്ക് നമ്മുടെ മാവ് മിക്സ് ചെയ്ത മാവിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണേ. എന്നിട്ട് ഞാൻ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്യാണ്. ഒറ്റയടിക്ക് ഒഴിച്ചാൽ ചിലപ്പോൾ വെള്ളം കൂടിപ്പോവും, അല്ലെങ്കിൽ പിന്നെ കുറഞ്ഞു പോയാൽ പിന്നെ ഇളക്കിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാനിങ്ങനെ കുറേശ്ശെയാണ് വെള്ളം ഒഴിക്കുന്നത്. അങ്ങനെ നമ്മുടെ ഇടിയപ്പത്തിൻ്റെ പൊടിയിലോട്ട് ഞാനിങ്ങനെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് ഓരോ സൈഡ് വെച്ചിട്ടാണ് ഞാനിങ്ങനെ മിക്സ് ചെയ്ത് വരുന്നത്. എന്നിട്ട് ലാസ്റ്റ് എല്ലാം കൂടി ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോഴത്തേക്ക് എനിക്ക് കുറച്ചുകൂടി ഒരു വെള്ളം കുറവായിട്ട് തോന്നി കേട്ടോ. അങ്ങനെ ഞാൻ കുറച്ചുകൂടി വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ സ്പൂൺ വെച്ചിട്ട് ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക കേട്ടോ. നമ്മുടെ ഇടിയപ്പത്തിൻ്റെ മാവ് കുഴയ്ക്കുമ്പോഴത്തേക്ക് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തില്ലെങ്കിൽ ഇടിയപ്പം പിഴിയാനും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഇടിയപ്പത്തിനകത്ത് ഒരു സോഫ്റ്റ്നെസ്സും ഉണ്ടാവില്ല കേട്ടോ കഴിക്കാനായിട്ട്. നമ്മുടെ ഈ ബാറ്റർ കുഴയ്ക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഈ വീശപ്പമൊക്കെ ഉണ്ടാക്കുമ്പോഴേ, വീശപ്പം, ഒറോട്ടി അങ്ങനെയുള്ള സംഭവത്തിനല്ല ഈ മാവ് കുഴയ്ക്കുന്നത് നമ്മൾ നല്ലതുപോലെ നോക്കി വേണം കുഴയ്ക്കാൻ. അപ്പോൾ ഒന്ന് ചൂട് തടയാനായിട്ട് ഞാൻ മാവ് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആ കൗണ്ടർ ടോപ്പെല്ലാം ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണേ. അപ്പോൾ ഇന്ന് കറിയായിട്ട് ചിക്കൻ കറിയാണ്. ഞാൻ ഇന്നലെ തന്നെ ചിക്കൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിക്കൻ കറി ആയതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഇടിയപ്പമാക്കാമെന്ന് വിചാരിച്ചത് തന്നെ കേട്ടോ. എനിക്ക് ഇടിയപ്പവും ചിക്കൻ കറിയും ഭയങ്കര ഇഷ്ടമുള്ളൊരു കോമ്പിനേഷനാണ്. പിന്നെ ഇക്കാൻ്റെ കാര്യം പറയേ വേണ്ട, ഇക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മുടെ ഇടിയപ്പക്കുട്ടം ഞാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. വെള്ളം നന്നായിട്ട് ചൂടാവുന്ന സമയത്ത് നമുക്ക് ഇടിയപ്പം ഒന്ന് പിഴിഞ്ഞെടുക്കാം കേട്ടോ. എന്ന് ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് വീശപ്പമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വീശപ്പത്തിൻ്റെ തട്ടെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ തേച്ച് കൊടുക്കുകയാണ്. ഞാൻ തേങ്ങ ഇടത്തില്ല ഗൈസ്. ഇവിടെ തേങ്ങ ഇട്ടാൽ ഇക്കാക്കും ഇശുക്കുട്ടിക്കും ഒന്നും ഇഷ്ടമല്ല. പിന്നെ ഞാൻ വിചാരിച്ച് വെറുതെ എന്തിനാ ഇഷ്ടമില്ലാത്ത കാര്യം എക്സ്പെൻസ് ആക്കിയിട്ട് ചേർക്കുന്നത്. അപ്പോൾ തേങ്ങ വേണ്ട, ഇതുപോലെ വെളിച്ചെണ്ണ ഒന്ന് തടവി കൊടുക്കുന്നതേ ഉള്ളൂ. അതാകുമ്പോഴത്തേക്ക് തട്ടുമ്പോഴത്തേക്ക് സ്മൂത്തായിട്ട് ഇളകിയും വരും കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ഞാൻ വന്നിട്ട് നമ്മുടെ ആ ഒരു സേവനാഴിയില്ലേ അതിലും കൂടി തേച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ മാവൊന്നും സൈഡിൽ ഒട്ടിപ്പിടിക്കത്തൊന്നുമില്ല, നമുക്ക് കഴുകാനൊക്കെ ഈസി ആയിരിക്കും. ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഈ ഒരു ചൂട് മാവിൽ ഗൈസ് അത് കുഴച്ചെടുക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഇടിയപ്പത്തിൻ്റെ ആ മാവ് നന്നായിട്ട് കുഴച്ചെടുക്കുമ്പോഴാണ് നല്ലൊരു സോഫ്റ്റ് ഡോ കിട്ടുക കേട്ടോ. അപ്പോൾ ഞാൻ അടുത്ത് തന്നെ നല്ല തണുത്ത വെള്ളം വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കുഴച്ചിട്ട് തണുത്ത വെള്ളത്തിൽ കൈ ഒന്ന് മുക്കി കൊടുക്കും കേട്ടോ. അപ്പോഴത്തേക്ക് ആ ചൂടൊന്ന് കൺട്രോൾ ആവും. ഇങ്ങനെ കുഴച്ചെടുക്കുമ്പോൾ കൈൻ്റെ വെള്ളയൊക്കെ ഒരു ചെറിയ റെഡിഷ് കളറാവും കേട്ടോ. ഇത് അത്യാവശ്യം നല്ല ചൂടോടെയാണ് ഞാൻ കുഴയ്ക്കുന്നത്. ഈ നല്ല ചൂടോടെ കുഴയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് പിഴിയാൻ ഈസി ആയിരിക്കും. ഇതിൻ്റെ ചൂട് കുറയുന്നതിനനുസരിച്ച് നമുക്ക് ഈ മാവ് പിഴിഞ്ഞെടുക്കാൻ ടൈറ്റ് ആയിക്കൊണ്ടിരിക്കും കേട്ടോ. അത്യാവശ്യം നല്ല ചൂടോടെ പിഴിഞ്ഞെടുത്താൽ പെട്ടെന്ന് വെന്തും കിട്ടും, നമുക്ക് പിഴിയാനും ഈസി ആയിരിക്കും. അപ്പം നമ്മുടെ മാവിൻ്റെ ഡോനെ ഞാനിങ്ങനെ ഇടിച്ച് പരത്തി കുഴച്ച് അതിന് നല്ലൊരു മയത്തിലാക്കി എടുക്കുകയാണ്. ഈ ഒരു മയമാണ് നമ്മുടെ ഇടിയപ്പത്തിൻ്റെ സോഫ്റ്റ്നെസ് തീരുമാനിക്കുന്നത്. നമ്മൾ ഏത് പൊടി ഉപയോഗിച്ചാലും നമ്മൾ ഈ മാവ് ഇതുപോലെ മയപ്പെടുത്തി എടുത്തില്ലെങ്കിൽ ആ ഇടിയപ്പത്തിന് ഒരു സോഫ്റ്റ്നെസ്സും ഉണ്ടാവത്തില്ല കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള മാവും കൂടി ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ കുറച്ച് ഘട്ടമായിട്ടാണ് കുഴച്ചെടുക്കുന്നത്. കാരണം നല്ല ചൂടാണ്. അപ്പോൾ മൊത്തത്തിലിട്ട് കുഴച്ചാൽ കൈ വെന്ത് പോയത് തന്നെ. അതുകൊണ്ട് സൈഡിലത്തെ മാവ് മാത്രം ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കുഴച്ചെടുക്കുകയാണ്. കുറേ ദിവസമായില്ല ഗൈസ് ഇടിയപ്പമൊക്കെ ഉണ്ടാക്കിയുണ്ട്. അതുകൊണ്ട് ആ ഒരു ഞാക്കൊക്കെ അങ്ങ് പോയതുപോലെ എനിക്ക്. മുമ്പാണെങ്കിൽ കൂടെ ഉണ്ടാക്കുമായിരുന്നു. ഇശുക്കുട്ടി ഒന്ന് വലുതായതിന് ശേഷമാണ് ഞാൻ ഇടിയപ്പം ഉണ്ടാക്കിയത് ഫുള്ളായിട്ട് സ്റ്റോപ്പ് ചെയ്തത്. കാരണം ബ്രേക്ക്ഫാസ്റ്റിന് അവൾക്കത് ഉണ്ടാക്കി കൊടുത്താൽ അവൾക്കത് ഇഷ്ടമല്ല. അവൾ സ്കൂളിൽ കൊണ്ടുപോയാലും കഴിക്കാതെയും കൊണ്ടുവരും. അതുകൊണ്ട് പിന്നെ ഞാൻ രാവിലെ അവൾക്ക് ഇഷ്ടമുള്ള ബ്രേക്ക്ഫാസ്റ്റ് മാത്രമായി തുടങ്ങി ഇപ്പോൾ. പിന്നെ ഇക്കാക്ക് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമെന്നും അങ്ങനെ നിർബന്ധമൊന്നുമില്ല. ഇക്കാക്ക് ഉണ്ടാക്കാതിരുന്ന അത്രയും സന്തോഷം എന്നുള്ള ഒരു മൈൻഡാണ്. ഉണ്ടാക്കിയാൽ പിന്നെ എന്തിനാ ഉണ്ടാക്കിയ ആ ഒരു ഇതിൽ കഴിക്കും. പിന്നെ ഇഷ്ടപ്പെട്ട ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ നല്ലോണം കഴിക്കും കേട്ടോ.
അപ്പോൾ നമ്മുടെ മാവൊക്കെ ഫില്ല് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതുപോലെ പിഴിഞ്ഞെടുക്കാം. അതാ കണ്ടില്ലേ, ആ ഒരു ചൂടോടെ പിഴിയുന്നതുകൊണ്ടാണ് ഇത്ര സ്മൂത്തായിട്ട് പിഴിഞ്ഞെടുക്കാൻ പറ്റുന്നത്. പിന്നെ വന്നിട്ട് മാവ് നല്ല സോഫ്റ്റാണ്. ഞാൻ നല്ലോണം കുഴച്ച് മയപ്പെടുത്തി എടുത്തല്ലോ. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ കൈ ചുറ്റിച്ച് തന്നെ നമുക്ക് ഈ മാവ് ഇങ്ങനെ പിഴിഞ്ഞെടുക്കാം. ഇത്ര സ്മൂത്തായിട്ട് തന്നെ നമുക്ക് അടിപൊളിയായിട്ട് നമ്മുടെ വീശപ്പത്തിന് കുഴച്ചെടുക്കാം. ഈ ചെറിയ ചെറിയ ടിപ്പുകൾ നിങ്ങൾ മനസ്സിൽ ഓർമ്മിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ആ സൈഡിൽ പറ്റിയിരിക്കുന്നതെല്ലാം ഞാനിങ്ങനെ ഉള്ളിലോട്ട് വെച്ച് കൊടുക്കുകയാണ്. അല്ലെങ്കിൽ ഇത് ഇടിയപ്പത്തിൻ്റെ പാത്രത്തിൽ പോയി തട്ടിയിട്ട് അതവിടെ കരിഞ്ഞു ഉണങ്ങിയിരിക്കും. പിന്നെ അത് കഴുകുമ്പോഴത്തേക്ക് അത് ഇരട്ടി പണിയാവും കേട്ടോ. അപ്പം ഞാൻ ആ സൈഡിൽ നിന്നെല്ലാം എടുത്ത് ഇങ്ങനെ മാറ്റിയിട്ട് നടുക്ക് നമ്മുടെ ആ പിടിയില്ലേ അതിങ്ങനെ കണ്ണിട്ട് ആ പിടി അങ്ങ് എടുക്കുകയാണ്. ഈ സമയത്ത് നമ്മുടെ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഓൾറെഡി ഞാൻ തിളച്ച വെള്ളമാണ് ഒഴിച്ചത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇൻഡക്ഷനൊക്കെ ഓണാക്കിയിട്ട് നമ്മുടെ ഇടിയപ്പത്തിൻ്റെ തട്ട് ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് അടച്ച് വെച്ച് കറക്റ്റ് 5 മിനിറ്റാണ് ഞാനിത് വേവിച്ചെടുക്കുന്നത്. മുമ്പ് നമ്മുടെ വീട്ടിൽ ഇടിയപ്പം ഉണ്ടാക്കൂലേ, ആ ഇടിയപ്പം ഉണ്ടാക്കുന്ന സമയത്ത് എൻ്റെ ജോലിയായിരുന്നു ഈ ടൈമർ നോക്കുക എന്നുള്ളത്. 5 മിനിറ്റ് ആയോ എന്ന്. അന്നിങ്ങനെ ഫോണൊന്നും ഇല്ലല്ലോ. അപ്പം ഞാൻ ചിക്കൻ കറിയും കൂടി ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ചിക്കൻ കറി ഓൾറെഡി രാത്രി ഞാൻ നല്ലപോലെ ചൂടാക്കിയിട്ട് വെച്ചതാണ്. എന്നാലും രാവിലെ ഒന്നുകൂടി എടുത്ത് ഇതുപോലെ ചൂടാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം കുറച്ച് പീസും കുറച്ച് ഗ്രേവി ആയിട്ടുള്ള ചിക്കൻ കറിയാണ് ഞാൻ വെച്ചത്. കണ്ടില്ലേ, ഇങ്ങനൊരു ചിക്കൻ കറിയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഈ ചിക്കൻ കറിക്ക് വന്നിട്ട്. അപ്പോൾ ചിക്കൻ കറി നന്നായിട്ട് തിളക്കട്ടെ, അതുവരെ നമുക്ക് അടച്ചു വയ്ക്കാം കേട്ടോ. ചെറിയ തീയിലോട്ട് ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇനി ഞാൻ ഇഷുക്കുട്ടിക്ക് ഇന്ന് ഫ്രൂട്ട്സ് കൊടുത്തു വിടുന്നത് ആപ്പിളാണേ. അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്രൂട്ട്സ് വന്നിട്ട് ഓറഞ്ച്, മുന്തിരി അങ്ങനെയുള്ളതാണ്. പിന്നെ ആപ്പിളും ഇഷ്ടമാണ്. ആപ്പിൾ അവൾ പിങ്ക് ലേഡി എന്ന് പറയുന്ന ഒരു വെറൈറ്റി ഉണ്ട്. അതാണ് അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആപ്പിൾ. അതെങ്ങനെ അവളത് ഇഷ്ടപ്പെട്ടു എന്ന് എനിക്കറിയില്ല ഗൈസ്. കാരണം കുഞ്ഞിലെ മുതൽ അവൾ ഈ പിങ്ക് ലേഡി എന്ന് പറയുന്ന വെറൈറ്റി ആപ്പിൾ വാങ്ങിച്ചാൽ മാത്രമേ കഴിക്കൂ. ബാക്കി ഞാൻ വേറെ കുറേ ആപ്പിൾ വാങ്ങി ട്രൈ ചെയ്ത് നോക്കിയിട്ട് അവൾ അതൊന്നും കഴിക്കില്ല. ഈ ഒരു പിങ്ക് ലേഡി ആണെങ്കിൽ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിന് വന്നിട്ട് ഒരു ചെറിയ പുളിപ്പും ചെറിയ മധുരമൊക്കെ ഉള്ള ഒരു ക്രിസ്പി ആയിട്ടുള്ള ആപ്പിളാണ്. ഇങ്ങനെ പരപരായിരിക്കുന്ന ഒരു ആപ്പിളുകളില്ലേ, അത് അവൾക്ക് തീരെ ഇഷ്ടമല്ല. പക്ഷേ ഈ പിങ്ക് ലേഡി വന്നിട്ട് അത്യാവശ്യം വില കൂടുതലാണേ. അപ്പം ഞാൻ നമ്മുടെ ഇടിയപ്പത്തിൻ്റെ ടൈമർ സെറ്റായിട്ടുണ്ട്, അതൊന്നും കൂടെ ഒന്ന് ചെക്ക് ചെയ്യാണ്. എന്നിട്ട് നമ്മുടെ ആപ്പിൾ മുറിക്കുന്ന പരിപാടി തുടർന്നു കൊണ്ടേയിരിക്കുകയാണ്. അതിൻ്റെ ആ കുരുവും ആ കട്ടിയുള്ള ഭാഗവും തൊലിയും എല്ലാം കട്ട് ചെയ്തിട്ട് ഞാൻ ചെറിയ കഷ്ണങ്ങളായിട്ട് അവൾക്ക് കഴിക്കാനുള്ള കംഫർട്ടിന് ഇതുപോലെ മുറിച്ചിട്ട് കൊടുക്കേ. അപ്പോൾ അവിടെ സ്കൂളിൽ ഇങ്ങനെ ഫോർക്ക് വെച്ചിട്ട് കുത്തി കഴിക്കുക ചെയ്യുന്നത്. നമ്മുടെ ആപ്പിൾ കൊടുത്തു വിടുമ്പോഴത്തേക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യം എന്താണെന്നറിയാമോ? ഈ ആപ്പിൾ പെട്ടെന്ന് കറുത്ത് പോകും. കറുത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് നല്ല വെള്ളം വെച്ചിട്ട് ഒരു 2 പ്രാവശ്യം നല്ലതുപോലെ അങ്ങ് കഴുകും. അപ്പോഴത്തേക്ക് ആ ഉപ്പിൻ്റെ കണ്ടൻറ്റ് ഒരുപാട് കൂടിയിരിക്കത്തില്ല, എന്നാൽ നമ്മുടെ ആപ്പിൾ കറുത്തും പോകത്തില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്രൂട്ട്സ് ബോക്സ് വന്നിട്ട് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇന്നലെ മുതൽ അവൾക്ക് സ്കൂളിൽ 2 ബിസ്ക്കറ്റ് കൊടുത്തു വിടണമെന്നും പറഞ്ഞിട്ട് അവൾ നിർബന്ധം. അപ്പോൾ ഞാൻ ഫ്രൂട്ട്സിൻ്റെ കൂടെ 2 ബിസ്ക്കറ്റും കൂടി കൊടുത്തു വിടുന്നുണ്ട്. 2 ബിസ്ക്കറ്റേ കൊടുക്കുന്നുള്ളൂ കേട്ടോ. ഒരുപാട് ബിസ്ക്കറ്റ് കൊടുത്താൽ വിശപ്പൊക്കെ പോവും. അപ്പോൾ നമ്മുടെ ലഞ്ച് ബോക്സ് വന്നിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത ഫുഡ് കഴിക്കാനുള്ളത് ഇടിയപ്പമാണ്. ഇടിയപ്പത്തിൻ്റെ കൂടെ അവൾ ചിക്കൻ കറിയൊന്നും കഴിക്കത്തില്ല ഗൈസ്. അവൾക്ക് എരിവായതുകൊണ്ട് അവൾക്ക് അതൊന്നും പറ്റത്തില്ല. അപ്പോൾ ഇടിയപ്പവും പഞ്ചസാരയാണ് അവൾക്ക് കൊടുത്തു വിടുന്നത്. അപ്പോൾ ആദ്യത്തെ ഇടിയപ്പം ഇങ്ങനെ വെന്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഞാൻ ബാക്കിയുള്ള മാവ് ഒരു ചെറിയ ചൂടൊന്ന് നമുക്ക് മാനേജ് ചെയ്യുന്ന പരുവത്തിൽ കുറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ അതങ്ങ് കുഴച്ച് വെക്കുകയാണ്. അല്ലെങ്കിൽ പിന്നെ അതങ്ങ് തണുത്ത് പോയാൽ ഇത് നമുക്ക് കുഴച്ചാൽ സോഫ്റ്റ്നെസ് എല്ലാം പോയിട്ട് ഒരുമാതിരി ഡ്രൈ ആയിപ്പോവും. അതുകൊണ്ട് ആ ഒരു ചെറിയ ചൂടോട് കൂടി തന്നെ ഞാൻ മുഴുവൻ മാവ് അങ്ങ് കുഴച്ച് വെച്ചു. ഞാനിത് മൊത്തം 3 പ്രാവശ്യമായിട്ടാണ് ഉണ്ടാക്കിയെടുത്തത് കേട്ടോ. ഒരു പ്രാവശ്യം ഇഷിക്കുട്ടിക്ക്, ഒരു പ്രാവശ്യം ഇക്കാക്ക്, ഒരു പ്രാവശ്യം എനിക്ക്, അങ്ങനെ 3 പ്രാവശ്യമായിട്ട് ഉണ്ടാക്കിയെടുത്തു. അപ്പം നമ്മുടെ ഇടിയപ്പം റെഡി ആയിട്ടുണ്ട് ഗൈസ്. ഞാൻ അതിങ്ങനെ എടുക്കുകയാണ്. ആദ്യം സ്പൂൺ വെച്ചിട്ട് എടുക്കാൻ നോക്കിയപ്പോൾ പറ്റുന്നില്ല, പിന്നെ കൈ കൊണ്ട് തന്നെ എടുത്തു. പക്ഷേ കയ്യിൽ നല്ലോണം ചൂടടിച്ചു കേട്ടോ. ഇനി ഇതുപോലെ എടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു സംഭവം കൂടി കണ്ടുപിടിക്കണം. എൻ്റെ അലുക്കുലത്ത് അൺബോക്സിങ്ങിൽ ഇനി അടുത്തത് അതും കൂടി ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ അടിപൊളി വീശപ്പം റെഡി ആയിട്ടുണ്ട് ഗൈസ്. നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ അടുത്ത സെറ്റും പിഴിഞ്ഞ് വെക്കുകയാണ്. കാരണം ഇക്ക വന്നിട്ടുണ്ട്. ഇക്കാക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഇഷിക്കുട്ടിക്ക് റെഡിയാക്കി മാറ്റിയിട്ടാണ് രണ്ടാമതാണ് ഇക്കാക്കുള്ളത് പിഴിയുന്നത്. അപ്പോൾ ഇക്കാക്കുള്ള ഇടിയപ്പം ഞാൻ കുറച്ച് കൂടുതൽ പിഴിയുന്നുണ്ട്. കാരണം കുറച്ച് കട്ടിക്കിരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അത് ഒറ്റ സെറ്റിലേ ഉണ്ടാക്കുന്നുള്ളൂ. അതും ഇങ്ങനെ 5 മിനിറ്റ് ടൈമറൊക്കെ സെറ്റ് ചെയ്ത് വേവാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് 5 മിനിറ്റ് കൊണ്ട് തന്നെ അടിപൊളിയായിട്ട് വെന്ത് വരും ഗൈസ്. അപ്പോൾ ഇഷുക്കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള ഇടിയപ്പം നമുക്ക് പാക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ അതിൽ നിന്ന് ഒരു പകുതി ഭാഗമാണ് കൊടുക്കുന്നത്. പകുതി ഭാഗം ഞാൻ അവൾക്ക് വീട്ടിൽ വെച്ചിട്ട് കഴിക്കാൻ കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇക്ക വന്നിട്ട് ചായ ഇട്ടില്ലേ എന്ന് ചോദിക്കുകയാണേ.
ഇക്ക രാവിലെ പീറ്റിക്കൊക്കെ പോയിട്ട് വന്നിട്ട് ചായ കുടിക്കുന്ന സമയം കഴിഞ്ഞു. ഞാൻ പിന്നെ ഇടിയപ്പമൊക്കെ ഉണ്ടായിക്കൊണ്ട് നിൽക്കുന്നതുകൊണ്ട് ചായ വെക്കാൻ ഇന്ന് ലേറ്റായി. അപ്പോൾ പെട്ടെന്ന് ഇഷുക്കുട്ടീൻ്റെ ലഞ്ച് ബോക്സും പാക്ക് ചെയ്തതിന് ശേഷം ചായ വെക്കാനായിട്ട് വെള്ളം എടുത്തിട്ടുണ്ട്. വെള്ളം ഓൾറെഡി ഞാൻ ആ നേരത്തെ ഹീറ്ററിൽ വെള്ളം തിളപ്പിച്ച് വെച്ചതുകൊണ്ട് അത് തന്നെയാണ് ഇടിയപ്പത്തിന് മാവ് കുഴയ്ക്കാനും ചായക്കും എല്ലാത്തിനും എടുത്തത്. അതെനിക്ക് ഭയങ്കര യൂസായി. ഈ സമയം കൊണ്ട് ഇഷുക്കുട്ടിൻ്റെ വാട്ടർ ബോട്ടിലിനകത്ത് വെള്ളം നിറച്ച് അത് ഞാനിങ്ങനെ അടച്ചു കൊടുക്കുകയാണ്. ഇതിങ്ങനെ അടയ്ക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ വള്ളി ചുറ്റി ചുറ്റി വരും. അതെനിക്ക് അടയ്ക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ. ബാക്കിയെല്ലാം നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്. ഇഷുക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ചപ്പോഴത്തേക്ക് ഞാൻ തേയില ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഞാൻ ഇങ്ങനെ വെള്ളം തിളച്ച് തേയില നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രമേ പാലൊഴിക്കൂ. പാലും വെള്ളം കൂടെ ഒരുമിച്ച് വെച്ച് ഞാൻ ചായ ഇടുന്നത് എനിക്കിഷ്ടമല്ല. അപ്പം ഞാനങ്ങനെ പാൽ ഒഴിച്ച് കൊടുത്തിട്ട് ചായ തിളയ്ക്കാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യണം. അപ്പം ചായ നല്ല അടിപൊളിയായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരിച്ചൊഴിച്ച് കൊടുക്കണം. ഇക്ക വീണ്ടും പഞ്ചസാര ഇട്ട് ചായ കുടിക്കാനായിട്ട് തുടങ്ങി ഗൈസ്. ഞാൻ ഇക്കാൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഇക്ക കേൾക്കുന്നില്ല. അപ്പോൾ ഇക്കാക്ക് വേണ്ടിയിട്ടുള്ള ചായക്ക് ഞാൻ മധുരം ഇട്ടിട്ടുണ്ട്. എനിക്കുള്ള ചായ മധുരം ഇടാതെ ഞാനിങ്ങനെ എടുത്ത് മാറ്റുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ അടിച്ച് പതപ്പിച്ചിട്ട് ചായ റെഡിയാക്കുകയാണ്. ചായ ഇങ്ങനെ അടിച്ച് പതപ്പിക്കുമ്പോഴാണ് ആ ചായയുടെ ഒരു യഥാർത്ഥ ടേസ്റ്റ് വരുന്നത്. വെറുതെ ഇങ്ങനെ ഒഴിച്ചിട്ട് അങ്ങനെ കുടിക്കുമ്പോൾ എനിക്ക് എന്തോ ഒരു ടേസ്റ്റ് കുറവ് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഇക്കാൻ്റെ ചായ ഒഴിച്ചതിന് ശേഷം അവിടെ കുറച്ച് ചായയൊക്കെ വീണു കേട്ടോ. അതെല്ലാം അങ്ങ് തുടച്ച് മാറ്റാണ്. ഇവിടെയാണെങ്കിൽ ഭയങ്കര ഉറുമ്പിൻ്റെ ശല്യമാണ് ഗൈസ്. എന്തെങ്കിലും താഴെ കിടന്നാൽ പിന്നെ ഫുള്ള് ഉറുമ്പാവും. അപ്പോൾ ഇക്കാക്ക് വേണ്ടിയിട്ടുള്ള വീശപ്പവും ചിക്കൻ കറിയൊക്കെ സെർവ് ചെയ്യുകയാണേ. ഇക്കാക്ക് ഒരു ബൗളിൽ കുറച്ച് കറിയും പീസൊക്കെ എടുക്കുന്നുണ്ട്. ഇക്ക പൊതുവേ ഇങ്ങനെ കറിയും ഒരുപാട് കഴിക്കുന്ന ആളല്ല. ഇതിനകത്ത് ഇപ്പോൾ ഇത്ര കറി എടുത്താൽ ഇതിൻ്റെ പകുതി കൂടുതൽ ബാലൻസ് വയ്ക്കും. അതൊക്കെ കഴിഞ്ഞ് ഞാൻ പോയി ഇഷുക്കുട്ടീനെ ഉണർത്തി മേലൊക്കെ കഴുകി പല്ലൊക്കെ തേപ്പിച്ചിട്ട് എടുത്തോണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇന്നലെ ആണെങ്കിൽ രാത്രി തല കെട്ടിയിട്ട് കിടക്കാൻ പറഞ്ഞപ്പോൾ അവൾ തല കെട്ടാതെ കിടന്നു കേട്ടോ. അതുകൊണ്ട് ഇന്ന് ഞാൻ കുറച്ച് പാടുപെട്ടു അവളുടെ ഈ തലയൊന്ന് കെട്ടാനായിട്ട്. ഇഷുക്കുട്ടീൻ്റെ യൂണിഫോം വന്നിട്ട് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ചെറുതായിട്ടുണ്ട്. അപ്പോൾ ഇടാൻ കുറച്ചൊരു ബുദ്ധിമുട്ടായി തുടങ്ങി കേട്ടോ. പിന്നെ ഞാൻ കരുതി ഇനി 2 മാസത്തേക്ക് വേണ്ടിയിട്ട് ഇനി പുതിയ യൂണിഫോം വാങ്ങിക്കേണ്ട. അതുകൊണ്ട് പിന്നെ എന്താ അത് നഷ്ടമായി പോവും. അപ്പോൾ 2 മാസത്തേക്കും കൂടി ഈ യൂണിഫോം പടം ഒട്ടിക്കുക എന്നുള്ള വിചാരത്തിൽ അങ്ങനെ ഓട്ടിക്കുകയാണ്. ക്ലോത്തിനൊന്നും ഒരു പ്രശ്നമില്ല ഗൈസ്. പക്ഷെ വന്നിട്ട് അവളുടെ സൈസ് കുറച്ചൊന്ന് ചെറുതായിപ്പോയി. അതാണ് പ്രശ്നം പറ്റിയത്. അപ്പോൾ എന്തായാലും ബെൽറ്റൊക്കെ ഇട്ട് അവൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി അടുത്ത് വന്നിട്ട് മുഖത്തും കാലിലും കയ്യിലൊക്കെ മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കുകയാണേ. ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ടല്ലോ അവളുടെ കുറച്ച് ഡ്രൈ സ്കിന്നാണ്. അപ്പോഴത്തേക്ക് ഈ മോയ്സ്ചറൈസർ ഇട്ടില്ലെങ്കിൽ ഒരുമാതിരി വരണ്ട കണക്കായിട്ട് ഇങ്ങനെ നമുക്കിങ്ങനെ സ്ക്രാച്ച് ചെയ്യുമ്പോൾ വൈറ്റ് വര വീഴും. അതുകൊണ്ട് ഞാൻ അവളുടെ കാലിലും കയ്യിലും എപ്പോഴും മാക്സിമം മോയ്സ്ചറൈസർ ഇടാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. മേല് കഴുകിയിട്ട് ഏതെങ്കിലും ദിവസത്തിൽ ഒരു നേരം ഇതുപോലെ കാലിലും കയ്യിലൊക്കെ മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കും. എന്നിട്ട് സോക്സും ഇട്ട് കൊടുക്കുകയാണേ. മുമ്പാണെങ്കിൽ ഞാനിങ്ങനെ അവൾക്ക് സോക്സ് യൂണിഫോമൊക്കെ ഇടുമ്പോഴത്തേക്ക് ഞാൻ കുഞ്ഞിലെ സ്കൂളിൽ പോയതാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഇതുപോലെ ഷൂവും സോക്സും അന്ന് വന്നിട്ട് ടൈയും ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ എനിക്ക് റെഡ് ടൈ ആയിരുന്നു ഗൈസ്. റെഡ് ടൈയും റെഡ് സോക്സും ആയിരുന്നു. പിന്നെ അതെനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അപ്പോഴത്തേക്ക് രാവിലെ എണീച്ചിട്ട് ഓട്ടമാണ്, മമ്മ റെഡ് സോക്സ് എവിടെ? മമ്മ എന്നല്ല ഞാൻ ഉമ്മച്ചിന്നാണ് വിളിക്കുക കേട്ടോ. ഉമ്മച്ചി റെഡ് സോക്സ് എവിടെ? എൻ്റെ റെഡ് ടൈ എവിടെ എന്നും പറഞ്ഞിട്ട് ഞാനും അനിയനും അനിയത്തിയും 3 പേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും രാവിലെ ഒരു ബഹളമാണ്. രാവിലെ ഒരാളെ ഇങ്ങനെ റെഡിയാക്കി പറഞ്ഞു വിടുന്ന പാടെ എനിക്ക് ഇത്രയും ബുദ്ധിമുട്ടായിട്ട് തോന്നുമ്പോൾ ഉമ്മയൊക്കെ സമ്മതിക്കണം ഗൈസ്. നമ്മുടെ 3 പേരെയും രാവിലെ ഇതുപോലെ റെഡിയാക്കി ഫുഡൊക്കെ തന്ന് ലഞ്ച് ബോക്സൊക്കെ റെഡിയാക്കി പറഞ്ഞു വിടുന്നതിന് അന്നാണെങ്കിൽ രാവിലെ ചോറ് റെഡിയാക്കണ്ടേ. കാരണം ഉച്ചയ്ക്ക് നമ്മൾ ചോറല്ലേ കൊണ്ടുപോവുക. അപ്പോൾ രാവിലെ എണീച്ച് ചോറും കറികളൊക്കെ റെഡിയാക്കി നമ്മളെ 3 പേരെ റെഡിയാക്കി സ്കൂളിൽ പറഞ്ഞു വിടാൻ സമ്മതിക്കണമല്ലേ. എനിക്ക് ഒരാളെ വളർത്തുമ്പോൾ തന്നെ ഇത്രയും ബുദ്ധിമുട്ട് പോലെ. അപ്പോൾ ഞാൻ അതെല്ലാം തിരിച്ചുകൊണ്ട് വെക്കാൻ പോയപ്പോഴത്തേക്ക് അവൾ ഉടനെ പപ്പയെ കാണാനായിട്ട് പോയതാണ് കേട്ടോ. ഇക്കായെ രാവിലെ യൂണിഫോമിലായതുകൊണ്ടാണ് ഇക്കായെ കാണിക്കാത്തത്. ഇവിടെ യൂണിഫോമിൽ കാണിക്കാൻ പറ്റത്തില്ല. പിന്നെ അടുത്ത യുദ്ധം തുടങ്ങി ഗായ്സ്. എൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ടാസ്ക് ഈ തല കെട്ടുന്നതാണ്. എടാ ഇപ്പഴല്ലെന്ന് ഈശ്വരോ ഇതെന്തൊരു പാട്. എടാ പിന്നെ ഇങ്ങനെയൊന്നും അല്ലടാ. എടാ ഇപ്പഴല്ലെന്ന് ഈശ്വരോ ഇതെന്തൊരു പാട്. എടാ പിന്നെ ഇങ്ങനെയൊന്നും അല്ലടാ. അങ്ങനെ ഒടുവിൽ വൗരെടുത്തു ഗായ്സ്. വൗരെടുത്തതിന് ശേഷം തല കെട്ടാണ് കേട്ടോ. ഇവളുടെ വന്നിട്ട് അത്ര ചുരുണ്ട മുടിയല്ലേ, എൻ്റെ അത്ര ചുരുണ്ട മുടിയേ അല്ല.
എന്നാ എനിക്ക് ഇത്രയും പാടായിട്ട് തോന്നുന്നു. അപ്പം എൻ്റെ ഈ സായിബാബ പോലുള്ള എൻ്റെ ഈ മുടി കെട്ടിയ ഉമ്മായെ സമ്മതിക്കണം ഗൈസ്. കാരണം രാവിലെ എണീച്ചിട്ട് ഈ തല കെട്ടുന്നുണ്ടല്ലോ ഒരു ടാസ്ക് തന്നെയാണ്. ഫുള്ള് എത്ര കോതി കെട്ടി വെച്ചാലും പെട്ടെന്ന് ജട കെട്ടും. എൻ്റെ മുടിയുടെ കാര്യമാണെങ്കിൽ പറയേ വേണ്ട. അതാ ഞാൻ കല്യാണം കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റാതെ ആയപ്പോഴത്തേക്ക് ഞാൻ കൊണ്ടുപോയി അങ്ങ് സ്ട്രെയിറ്റ് ചെയ്തത് കേട്ടോ. സ്ട്രെയിറ്റ് ചെയ്തതിന് ശേഷം പിന്നെ വലിയ ബുദ്ധിമുട്ടില്ല. പക്ഷേ ഈ ചുരുണ്ട മുടിയായിട്ട് ഇരിക്കുമ്പോഴുണ്ടല്ലോ തല കെട്ടാനും കോതാനും ഒക്കെ ഭയങ്കര പാടാണ്. അത് ഈ കേളി ഹെയർ ഉള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാവും കേട്ടോ. അപ്പോൾ എങ്ങനെയെങ്കിലും ഞാൻ കോതി ഉടക്കൊക്കെ എടുത്തിട്ട് ഒരു വശം ഇതുപോലെ പിന്നി കെട്ടി ബണ്ണിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് എവരാണെങ്കിൽ ഒരു സ്ഥലത്ത് നിൽക്കണ്ടേ, കെട്ടുമ്പോഴത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടം കൂടെ ആയതുകൊണ്ട് മെൻ്റലാവും. അങ്ങനെ ഞാൻ ഒരു വശം കെട്ടിയതിന് ശേഷം അടുത്ത വശവും കൂടി ഇതുപോലെ പിന്നി കെട്ടാണ്. എന്നിട്ട് ഞാൻ അവളടുത്ത് പറയാണ്, രാത്രി കിടക്കുന്നതിന് മുമ്പ് തല പിന്നി കെട്ടിയിട്ടേ കിടക്കാവൂ, അല്ലെങ്കിൽ രാവിലെ എണീക്കുമ്പോൾ ഫുള്ള് ജട കെട്ടിയിട്ട് അവസാനം രാവിലെ സമയമില്ലാത്ത സമയത്ത് ഇങ്ങനെ ഓടി പടച്ചിങ്ങനെ കെട്ടേണ്ടി വരുമെന്ന്. അങ്ങനെ ഫുള്ള് രണ്ട് വശമൊക്കെ ഇങ്ങനെ കെട്ടിയിട്ട് ഞാൻ കുറേ പ്രാവശ്യം കൊണ്ട് പറയുന്നുണ്ട് മുടിയൊന്ന് വെട്ടിയൊരു ബോയ്ക്കെട്ട് പോലെ ആക്കിയാൽ കോതി ബോ വെച്ചാൽ മതിയല്ലോ. പക്ഷെ അവൾക്കും അവളുടെ പപ്പയ്ക്കും അതൊട്ടും ഇഷ്ടമല്ല. അവൾക്ക് ഇങ്ങനെ മുടി വേണമെന്നുള്ളതാണ് ഇഷ്ടം. അങ്ങനെ ഞാൻ രണ്ട് വശമൊക്കെ എങ്ങനെയൊക്കെ കോതി ഇങ്ങനെ വെച്ചിട്ട് ഫ്രണ്ടിൽ ക്ലിപ്പും കുത്തി കൊടുക്കുകയാണ് കേട്ടോ. പക്ഷെ കെട്ടി ഇതുപോലെയൊക്കെ ക്ലിപ്പ് കുത്തി കൊടുക്കുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഇപ്പോൾ ഗേൾസിൻ്റെ അമ്മമാരാകുമ്പോഴത്തേക്ക് നമുക്ക് ഷോപ്പിലൊക്കെ പോയിട്ട് ഇതുപോലെ ക്ലിപ്പും ബണ്ണും ബോയും സ്ലൈഡൊക്കെ വാങ്ങിക്കുക, അതൊരു പ്രത്യേക സന്തോഷമല്ലേ. അതൊക്കെ എനിക്കിഷ്ടമാണ്. പക്ഷെ രാവിലെ ഈ തല കെട്ടുന്ന കാര്യം ആലോചിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ കേട്ടോ ബുദ്ധിമുട്ട്. അപ്പോൾ നമ്മുടെ ഇഷിക്കുട്ടി റെഡി ആയിട്ടുണ്ട് ഗായ്സ്. ഇനി അടുത്ത് നമുക്ക് ഐലൈനർ വരച്ചു കൊടുക്കുകയാണ്. അവൾ തല കെട്ടി ശരിയായാൽ അവളെ മുഖത്ത് നല്ലൊരു സന്തോഷം വരും കേട്ടോ. ചിരിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഞാൻ ഐലൈനർ വരയ്ക്കുകയാണ്, കണ്ണ് ചുളുങ്ങി ചിരിക്കലേന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ചിരിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അങ്ങനെ ഒരു ഭാഗത്ത് വാലറ്റ് എഴുതിയിട്ട് അപ്പുറത്തെ വശത്ത് പോയിട്ട് വാലറ്റ് എഴുതാണ്. എന്തൊക്കെ പറഞ്ഞാലും നമ്മളിങ്ങനെ റെഡിയാക്കി സുന്ദരിമണികളായിട്ട് ഇരിക്കുമ്പോഴത്തേക്ക് നമുക്കൊരു സന്തോഷമല്ലേ ഗൈസ്. അവളുടെ മുഖത്ത് സന്തോഷം കണ്ടില്ലേ, അവളിങ്ങനെ എൻജോയ് ചെയ്തിരിക്കുകയാണ്. ഓരോ വികൃതിയൊക്കെ കാണിച്ചുകൊണ്ട് ഇങ്ങനെ ട്രൈപോഡ് അടുത്തിരുന്നുകൊണ്ട് ഇങ്ങനെ കുസൃതി കാണിക്കാം. അതൊക്കെ കഴിഞ്ഞ് ഞാൻ അവൾക്ക് ID കാർഡ് ഇട്ട് കൊടുക്കുകയാണ്. അതോടുകൂടി ഇന്നത്തെ സ്കൂളിലോട്ട് പോകാനുള്ള നമ്മുടെ ആചാരങ്ങൾ തീർന്നിരിക്കുന്നു ഗായ്സ്. അങ്ങനെ ഞാൻ അവൾക്കൊരു ഉമ്മയും കൊടുത്തിട്ടുണ്ട്. ഇനി നേരെ ടിഫിൻ കൊടുക്കാനായിട്ട് പോവുകയാണ്. ഇതിൻ്റെ ഇടയിൽ എൻ്റെ ചായ കുടിയൊന്നും അത്ര കാര്യമായിട്ടൊന്നും നടന്നിട്ടില്ല കേട്ടോ. ചായക്ക് ഫുള്ള് തണുത്തു. എന്നാലും ഞാൻ തലവേദന വരണമെന്ന് വിചാരിച്ചിട്ട് ചായ കുടിക്കുകയാണ്. അവൾക്ക് ഇടിയപ്പം പഞ്ചസാര ഇങ്ങനെ കൊടുക്കുകയാണ്. എന്നിട്ട് TV ഇട്ട് തരണേന്ന് പറഞ്ഞിട്ട് TV ഇട്ട് കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഒരു 5 മിനിറ്റ് TV കണ്ടപ്പോഴത്തേക്ക് നമ്മുടെ സ്കൂൾ ബസ് വന്നിട്ടുണ്ട്. അങ്ങനെ തനിയെ വാട്ടർ ബോട്ടിലും ബാഗൊക്കെ തൂക്കിക്കൊണ്ട് വരാമെന്നും പറഞ്ഞ് ഇറങ്ങിക്കൊണ്ട് വരാണ്. ബാഗ് അത്യാവശ്യം വെയിറ്റ് ഉണ്ട്, എന്നിട്ട് ഇങ്ങനെ തൂക്കിക്കൊണ്ട് പോവാണ്. കാരണം ഓപ്പോസിറ്റുള്ള അക്സമോൾ ഇതുപോലെ ബാഗ് തൂക്കിക്കൊണ്ട് വരുന്നത് കൊണ്ട് അവൾക്കും ഇങ്ങനെ ബാഗ് തൂക്കിക്കൊണ്ട് പോകണമെന്ന് വെച്ചിട്ട് ബാഗ് തൂക്കിയേക്കാണേ. അപ്പോഴത്തേക്ക് നമ്മുടെ സ്കൂൾ വണ്ടി വരുന്നുണ്ട് ഗൈസ്. എന്നാ കണ്ടില്ലേ, അവിടെ 2-3 കുട്ടികളുണ്ട് കേട്ടോ. അപ്പോൾ അവരെല്ലാം പിക്ക് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അങ്ങനെ 2 പേരും ഇന്ന് കറക്റ്റ് സമയത്ത് തന്നെ താഴെ ഇറങ്ങിയിട്ട് സ്കൂൾ ബസ്സിലോട്ട് കയറാനായിട്ട് പോവാണ്. ഇപ്പോൾ സ്കൂൾ ബസ്സിൽ എടുക്കാൻ വരുന്ന ആൾ വേറെ ആളാണ് കേട്ടോ. മുമ്പ് വന്നിട്ട് വേറൊരു ചേട്ടനായിരുന്നു. അങ്ങനെ അവൾ സ്കൂൾ ബസ്സിലൊക്കെ കയറി എനിക്ക് ടാറ്റയൊക്കെ പറഞ്ഞിട്ട് പോവാണ് ഗായ്സ്. ഇതിൻ്റെ ഇടയിൽ ഇക്കായും ഡ്യൂട്ടിക്ക് പോയോ കേട്ടോ. അങ്ങനെ രാവിലത്തെ അംഗം കഴിഞ്ഞു ഗായ്സ്. ഇക്കാനെയും ഷിക്കുട്ടീനെയൊക്കെ ഡ്യൂട്ടിക്കും സ്കൂളിലൊക്കെ പറഞ്ഞു വിട്ടു. ഇനി ഞാൻ സമാധാനമായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോവാണ് കേട്ടോ. നല്ല വീശപ്പവും ചിക്കൻ കറിയുമാണ്. ചിക്കൻ കറി ആക്ച്വലി ഇന്നലെ വെച്ചതാണ്. അപ്പൊ ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കൂടെ കണക്കാക്കി വെച്ചതാ കേട്ടോ. ഇന്ന് ഇക്ക പതിവില്ലാതെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാ പോയത് ഗൈസ്. കാരണം 2 ഇക്കാക്ക് ഇഷ്ടപ്പെട്ട സംഭവമാണ് ചിക്കൻ കറി പ്ലസ് വീശപ്പം. 2 ഇക്കാന്റെ ഫേവറേറ്റ് ആണ്. ഞാനൊന്ന് ടേസ്റ്റ് നോക്കട്ടെ. നല്ല സോഫ്റ്റ് വീശപ്പാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കുറേ കാലമായിട്ട് അജ്മിയുടെ അരിപ്പൊടിയാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് അജ്മിയുടെ അരിപ്പൊടി യൂസ് ചെയ്ത് എനിക്ക് വേറെ ഒന്നും യൂസ് ചെയ്തിട്ട് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ. പക്ഷെ അജ്മി വെച്ചുണ്ടാക്കിയാൽ നല്ല അടിപൊളി ഇടിയപ്പം കിട്ടും. വീശപ്പം, ഇടിയപ്പം, നൂലപ്പം ഇതൊക്കെ പറയല്ലേ. ഞാനങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് മാക്സിമം ഒന്ന് ഓവർനൈറ്റ് ഓട്സ് അല്ലെങ്കിൽ വല്ല ചപ്പാത്തി റോളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് പ്രിഫർ ചെയ്യുക കേട്ടോ. കുറച്ച് ദിവസമായിട്ട് എനിക്കിങ്ങനെ വീശപ്പം കഴിക്കാനായിട്ട് ഒരു കൊതി. ഇന്നലെ ചിക്കൻ കറിയും കൂടെ വെച്ചപ്പോൾ ഞാൻ കരുതി എനിക്കിപ്പോ ഇന്നെന്താ വീശപ്പം തന്നെ ആക്കാന്ന്.
അപ്പൊ ഞാൻ കഴിച്ചിട്ട് വരട്ടെ ഗൈസ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നത് വരെ ടിൽ ദെൻ ബൈ.